ഡൈനിങ് ഏരിയനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഫാമിലി ലിവിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പോൾ ലാവൻഡർ കളറിലുള്ള ഒരു വാൾപേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഫേർണിച്ചേഴ്സ് എല്ലാം ഈ റൂമിൻ്റെ ഓരോ ഹൈലൈറ്റ്സ് ആണ്. പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ തുടങ്ങുന്നതും ഈ റൂമിൽ നിന്ന് തന്നെയാണ്. ഈ വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡോർ ഗാർഡൻ ആണ്. അപ്പം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അതുപോലെ ഏത് റൂമിൽ നിന്നും അതേപോലെ എവിടുന്ന് ഈ വീടിൻ്റെ എവിടുന്ന് നോക്കിയാലും വിസിബിൾ ആകുന്ന രീതി തന്നെയാണ് ഈ ഇൻഡോർ ഗാർഡൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോർട്ട്യാർഡുകളുടെ മറ്റൊരു പ്രത്യേകത 2 നില പൊക്കമുള്ള രീതിയിലാണ് ഈ കോർട്ട്യാർഡിൻ്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ഫുള്ളി ഓപ്പൺ ടു സ്കൈ ആണ്. അതിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രില്ലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പർഗോളകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫുള്ളി ഓപ്പൺ ടു സ്കൈ ആണ് ഈ 2 കോർട്ട്യാർഡുകളും. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ മഴ വീഴുകയും അതുപോലെ തന്നെ വായുസഞ്ചാരത്തിന് വളരെ ഓപ്പണാണ് ഈ 2 കോർട്ട്യാർഡ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പൊസിഷനിങ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഏത് സ്പേസിലിരുന്നാലും, അതായത് നമ്മൾ ലിവിങ് റൂമിലാകട്ടെ, ഡൈനിങ് റൂമിലാകട്ടെ, മാസ്റ്റർ ബെഡ്റൂമിലാകട്ടെ, ഗസ്റ്റ് ബെഡ്റൂമിലാകട്ടെ, നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സ്വിമ്മിംഗ് പൂളിന് അതിൻ്റേതായ ഒരു കംപ്ലീറ്റ് പ്രൈവസി ഉണ്ട്. അത് ഈ വലിയ കോർട്ട്യാർഡിൻ്റെ പുറകുവശത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കോർട്ട്യാർഡിൻ്റെ പർഗോള ഗ്രില്ലുകൾ, വെർട്ടിക്കൽ പർഗോള ഗ്രില്ലുകൾക്കിടയിലൂടെ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടും. ചെറിയൊരു വാട്ടർ ഫീച്ചർ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പൂള് ഒരു സ്വിമ്മിംഗ് ഒരു ഉപയോഗത്തിനും കൂടാതെ ഒരു വിഷ്വൽ റിഫ്ലക്റ്റിംഗ് പോണ്ടായിട്ടും കൂടെ അത് ആക്ട് ചെയ്യുന്നു. ആ ലാൻഡ്സ്കേപ്പിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ആ പൂളിൽ കൂടെ കിട്ടുന്നു. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി വുഡ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫ്ലോറിംഗ്, വുഡൻ ഫേർണിച്ചേഴ്സ്, അതേപോലെ ഒരു എക്സ്റ്റൻഷൻ വുഡിൻ്റെ ഹെഡ് സ്പേസിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സീലിംഗ് നോക്കുകയാണെങ്കിലും ജിപ്സത്തിൻ്റെയും വുഡിൻ്റെയും ഒരു മിക്സറാണ് ഇവിടെ സീലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ബെഡ്റൂമുകളും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റത്തക്ക രീതിയിൽ ബെഡ്റൂമുകളിൽ കോട്ടുണ്ട്, റൈറ്റിംഗ് ഏരിയ ഉണ്ട്, കുട്ടികളാവുമ്പോൾ അവർക്ക് സ്റ്റഡി ഏരിയ ഉണ്ട്, ഒരു ഇരിക്കുന്നതിനുള്ള സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. അങ്ങനെ ഓരോ മുറികളും അവരവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ചും അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചും ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3ഉം ഫസ്റ്റ് ഫ്ലോറിൽ 2ഉം അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂമുകളാണ് ടോട്ടലി ഈ വീടിനുള്ളത്. ശരിക്കും ഈ 5 ബെഡ്റൂമുകളെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ കോർട്ട്യാർഡ് ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂംസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങും സ്റ്റെയർ കേസ് ആ ഏരിയാസാണ് അടുത്തതായി വീടിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ഒരു മേഖല. അവിടെ സ്റ്റെയർ കേസ് വളരെ ആകർഷണീയമായി ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ കൂടുതൽ
ഒരു ഓർണമെൻറ്റേഷൻ അതിൽ കൊണ്ടുവരാതെ വളരെ സിമ്പിളായിട്ട് സ്റ്റെയർ കേസിനെ അണിയിച്ചൊരുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് സ്റ്റെയർ കേസ് വളരെ എടുത്തു കാണത്തക്ക രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലാതെ വീടിൻ്റെ ഭാഗമായി, ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗമായി തന്നെ അത് നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വാൾസിന് പകരം ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഗ്ലാസ് ഡോസ് കൊടുത്തതുകൊണ്ട് ആ ഒരു ഇൻറ്റേർണൽ ഗാർഡൻ്റെ ഭംഗി നമുക്ക് ഇവിടെ നിന്നും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഫുള്ളി ഡിസൈനിന് മാച്ച് ആകുന്ന രീതിയിലാണ് ഇവിടെ വുഡൻ ഹാൻഡ് റീൽസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വുഡൻ ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ എന്ന നിലയിൽ ഇറ്റാലിയൻ മാർബിൾസും ഒരുക്കിയിരിക്കുന്നു.